സമാപന സമ്മേളനം ഇന്ന് വൈകുന്നേരം ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് നേതാവ് മുൻ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വി ഡി സതീശൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല, സർക്കാരിന് പിന്തുണ കൊടുക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കളറില്ലാതെ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകട്ടെ. മാത്രമല്ല മാധ്യമങ്ങളൊക്കെ തന്നെ ഈ സമ്മിറ്റിന് ഈ ഉച്ചകോടിക്ക് എല്ലാവിധമായ പിൻബലവും നൽകിയെന്ന വ്യവസായ മന്ത്രി പി രാജീവ് നമ്മോട് അല്പം പറയുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ഉച്ചകോടി നടക്കുന്ന ഗ്രാൻഡ് ഹയാത്ത് ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. വിദേശ നാടുകളിൽ നിന്നൊക്കെ വന്ന പ്രതിനിധികളൊക്കെ നമ്മുടെ നാടൊക്കെ കണ്ട് അവർ സംതൃപ്തരാണോ? കാര്യം ടൂറിസവും വളരണമല്ലോ നമ്മുടെ. ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിലാണ്. ഇന്ന് സമാപന ദിവസമാണ്. അല്പസമയത്തിനകം ഇതിന്റെ സമാപന പരിപാടികൾ അതിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങും. ഇന്ന് 3 സെഷനുകളാണ് നമുക്ക് ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ളത്, നിക്ഷേപക സംഗമവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. SKN ചോദിച്ച ചോദ്യം, നമ്മുടെ വിദേശ പ്രതിനിധികൾ ഏതാണ്ട് 10-26 രാജ്യങ്ങളിൽ നിന്നും വിദേശ പ്രതിനിധികൾ ഇവിടെ എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇവിടുത്തെ ഈ ഒരു വ്യവസ്ഥ കണ്ട് വലിയ ആശ്ചര്യം അവർക്കുണ്ട്. കാരണം എല്ലാം കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചർച്ചകൾക്കായി ഒരു വിഭാഗം, അവിടെ മന്ത്രിമാരും വകുപ്പ് തലവന്മാരും ഒക്കെ തന്നെ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായ പ്രമുഖർക്ക് പരസ്പരം ചർച്ച ചെയ്യുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവരെ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേറെ, രജിസ്ട്രേഷനുള്ള സംവിധാനങ്ങൾ വേറെ. അങ്ങനെ ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പരിപാടിയിലേക്ക് കാലൂന്നിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ 3 സെഷനുകൾ പ്രത്യേകമായുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഇതുവരെ നമുക്ക് ഈ നിക്ഷേപ സംഗമത്തിലൂടെ എത്ര തുക നിക്ഷേപമായി നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്നൊരു പക്ഷേ സർക്കാർ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, അദാനി ഗ്രൂപ്പും ലുലു ഗ്രൂപ്പും ആസ്റ്റർ ഗ്രൂപ്പും കഴിഞ്ഞ ദിവസം തന്നെ വമ്പൻ നിക്ഷേപങ്ങൾ കേരളത്തിൽ നടത്തുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 35,000 കോടി രൂപയ്ക്കടുത്ത് നിക്ഷേപം കേരളത്തിലേക്ക് ഒഴുകിയെത്തും എന്ന രീതിയിൽ ഇന്നലെ തന്നെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഏകദേശ കണക്ക് ഇപ്രകാരമാണ്: 30,000 കോടി രൂപയുടെ നിക്ഷേപം അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കരൺ അദാനിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി 20,000 കോടിയുടെ അധിക നിക്ഷേപം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ 5,000 കോടിയുടെ കൊമേഴ്സ് ഹബ്ബ് സ്ഥാപിക്കുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടി നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ നിക്ഷേപ പ്രഖ്യാപനം അദാനി ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നു. 850 കോടി രൂപയുടെ നിക്ഷേപം ആസ്റ്റർ ഗ്രൂപ്പ് നടത്തും എന്നറിയിച്ചിരിക്കുന്നു. 3,000 കോടി രൂപയുടെ നിക്ഷേപം നമ്മുടെ ആരോഗ്യ മേഖലയിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് കൂടുതൽ നിക്ഷേപം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വ്യാവസായിക ലോകത്തിന് വലിയ ഉണർവ് നൽകുന്നതാണ്. ഇപ്പോൾ ആസ്റ്ററും അതോടൊപ്പം കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഒക്കെ ഈ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരുപാട് ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കൂടുതൽ ആശുപത്രികളൊക്കെ കൊണ്ടുവരാനുള്ള നിക്ഷേപമൊക്കെ നടത്തുമ്പോൾ രോഗികൾക്ക് കുറച്ച് പണം കൂടെ കൊടുക്കേണ്ടി വരും. കാര്യം പുതിയ രോഗികൾ വരണമല്ലോ. അപ്പൊ അവർക്ക് ഒരു നിക്ഷേപം ആവശ്യമായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും SKN, ഈ നിക്ഷേപ സംഗമത്തിന് നമ്മൾ 2 ദിവസമായി ഇപ്പോൾ കാണുന്നത് ഈ ആരോഗ്യ മേഖലയിലേക്ക് നിക്ഷേപം കുറച്ച് കൂടുതലായി ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. അതിൽ ആസ്റ്ററും അതോടൊപ്പം കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അങ്ങനെ കുറേയധികം ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കാനുള്ള സ്വകാര്യ സംരംഭകർ എത്തുന്നു എന്നുള്ളത് ഉണ്ട്. പക്ഷേ SKN, അതിലും ഒരു കാര്യമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾക്ക് തൊഴിൽ കിട്ടും. അതിൽ നഴ്സുമാരൊക്കെ തന്നെയുണ്ട്. വിദേശത്തേക്ക് പോകാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി പോകാനിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ നാട്ടിൽ ജോലി കിട്ടാനുള്ള സാധ്യത തെളിയും. ഫാർമ കമ്പനികൾക്ക് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യത തെളിയും. അങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള ആളുകൾക്ക് ഈ ആരോഗ്യരംഗത്ത് നിക്ഷേപം വരുമ്പോൾ അതിന്റെ ഗുണം കിട്ടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് SKN. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വമ്പൻ പ്രഖ്യാപനം കേരളത്തിന് വേണ്ടി നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി നടത്തുകയുണ്ടായി. 3 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസന രംഗത്ത്
ഒരു നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ടി 3 ലക്ഷം കോടി രൂപയുടെ സഹായം അത് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകും എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു 20,000 കോടി രൂപയുടെ വികസന പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തിയതാണ്. റോഡുകൾ, അതോടൊപ്പം തന്നെ മേൽപ്പാലങ്ങൾ, അത്തരത്തിലുള്ള പല പദ്ധതികൾ ഇന്നലത്തെ ഈ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം ഉൾക്കൊള്ളിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ, അത് ക്രമാതീതമായി നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നാടിന്റെ എക്കണോമിയെ വളർത്തുന്നതിനുള്ള ഒരു വലിയ ഊർജം നൽകുകയും ചെയ്യും. എന്തായാലും മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അല്ല കാര്യങ്ങൾ. പ്രതിപക്ഷം വലിയ പിന്തുണ ഇതിന് നൽകുന്നുണ്ട് എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞതാണ്. ഇന്ന് മുൻ വ്യവസായ മന്ത്രി കൂടിയായ കുഞ്ഞാലിക്കുട്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് വികസന കാര്യത്തിൽ, കേരളത്തിന്റെ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ, കേരളത്തിന്റെ വളർച്ചയുടെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്ന് തന്നെയാണ് ഈ നേതാക്കളെല്ലാം പറയുന്നത്. എന്തായാലും അത് ശുഭകരമായ കാര്യമാണ്. ഈ ഒരു പരിപാടിയിലൂടെ, ഈ നിക്ഷേപ സംഗമത്തിലൂടെ കേരളത്തിന്റെ വികസന കുതിപ്പിന് ഗതിവേഗം കൈവരിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കെ മോഹൻ പറയുന്ന നിക്ഷേപ സംഗമം